നമസ്കാരം. സൂചി കുത്താൻ ഇടം കൊടുത്താൽ അവിടെ തൂമ്പ കയറ്റുന്ന ആളുകളാണ് ചൈനക്കാർ എന്ന് നമുക്കറിയാം. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും ഇവർ അനധികൃതമായി കയ്യേറുകയും പിന്നീട് അതിശക്തമായ നമ്മുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് അവർ ഇന്ത്യയുമായി ഒരു സഹകരണ മനോഭാവത്തിലേക്ക് തന്നെ എത്തുന്ന കാഴ്ച നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം. അതുപോലെ ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം നടക്കുകയാണ്. അതായത് ദക്ഷിണ ചൈന കടലിൽ അവകാശവാദം ഉന്നയിക്കാൻ ചൈന ഫിലിപ്പീൻസിനോട് ആവശ്യപ്പെട്ടു എന്ന് ഫിലിപ്പീൻസ് തന്നെ ഇപ്പോൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് ചൈന കൃത്യമായും ചൈനയുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി പിടിച്ചടക്കുക എന്ന തന്ത്രം തന്നെയാണ് ചൈന ഇപ്പോൾ ഈ കാര്യത്തിലും അവരുടെ നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, രാഷ്ട്രീയം ഒരു വലിയ മാറ്റത്തിലേക്ക് ലോകരാഷ്ട്രീയം വലിയ മാറ്റത്തിലേക്ക് വരുമ്പോഴാണ് ചൈനയുടെ ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വരുന്നു. ഡൊണാൾഡ് ട്രംപ് കൃത്യമായും ചൈന വിരുദ്ധനാണ്. ചൈനയുടെ ഇത്തരം നീക്കങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും, ശക്തമായ നീക്കങ്ങൾ അദ്ദേഹം നടത്തും എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ചൈന കടലിൽ അവകാശവാദം ഉന്നയിക്കാൻ ഫിലിപ്പീൻസിനെ തള്ളിവിട്ടുകൊണ്ട് ഒരു തന്ത്രം ചൈന ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മേഖലയിൽ ചൈനയുടെ വ്യാപനത്തിൽ ഓസ്ട്രേലിയക്കും ആശങ്കയുണ്ട്. ഓസ്ട്രേലിയൻ അധികൃതരും ഇത്തരത്തിൽ ചൈനയുടെ നീക്കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ വരുന്ന സമയങ്ങളിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ ചിലപ്പോൾ ചൈനയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരിക ഈ ഒരു വിഷയത്തിലായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഓസ്ട്രേലിയയും അതോടൊപ്പം ഫിലിപ്പീൻസും ചൈനയുടെ ഈ ഒരു കുതന്ത്രം തിരിച്ചറിഞ്ഞ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ചൈനയ്ക്കും എതിരാളിയായി അമേരിക്ക ഈ കാര്യത്തിൽ രംഗത്ത് വരുന്നതോടുകൂടി രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായി ചൈനയുടെ ഈ ഒരു നീക്കം മാറാനും ഇപ്പോൾ സാധ്യത കാണുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.